അസ്സലാമു അലൈക്കും. ഖസീദത്തുൽ വിത്രിയയുടെയും കുത്തുബിയത്തിൻ്റെയും കർത്താവാണ് സദഖത്തുല്ലാഹിൽ കാഹിരി. ഏറുവാടിക്കടുത്ത കീഴക്കരയിലാണ് അവർ മറവിട്ടിരിക്കുന്നത്. ജിന്നു പള്ളി എന്നും അറിയപ്പെടുന്ന പള്ളിക്കടുത്താണിത്. അവിടെയുള്ള ഖാദിമുകൾ ഇത് അംഗീകരിച്ച് തരുന്നില്ല. ഔറംഗസീബിൻ്റെ കാലക്കാരനും അവരുമായി ബന്ധമുള്ള ആയിരുന്നു സദഖത്തുല്ലാഹിൽ കാഹിരി. കൂടാതെ ആർക്കാട് നവാബ്, ടിപ്പു സുൽത്താൻ ഇവരെല്ലാം ഭരിച്ച സ്ഥലമാണിത്. അപ്പോൾ ഈ നിർമ്മിതിയെപ്പറ്റി അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. മാത്രമല്ല, തമിഴ്നാട്ടിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള എത്രയോ അമ്പലങ്ങൾ ഉണ്ട്. പിന്നെ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കി എന്നുള്ളത് എന്താണെന്ന് അറിയുന്നില്ല. സദഖത്തുല്ലാഹി കാഹിരി ദർസ് നടത്തിയിരുന്നതും അവരുടെ ഉമ്മയുടെ വീടും കീഴക്കരയാണ്. സദഖത്തുല്ലാഹി കാഹിരിയുടെ എതിർവശത്തുള്ള മണ്ഡപത്തിൽ രണ്ടുപേരുടെ കബറിടം കാണാം. ഒന്ന് ഈ പള്ളിയുടെ സ്ഥാപകനായ സീതിക്കാരി മരക്കാരൻ്റെയും ഒന്ന് മറ്റൊരു വലിയൻ്റെയും ആണ്. ഈ സീതിക്കാരി മരക്കാർ സിലോണിൽ വ്യാപാരം നടത്തിയിരുന്ന ആളാണ്. ഏറുവാടിയിലെ കഞ്ഞിപ്പള്ളിയിലെ മാധവകുളം മുഹമ്മദ് സാലിഹ് വലിയുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഇവർ സിലോണിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്രേ. എന്നാൽ ഇദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഈ വലിയനെ അവിടെ കണ്ടെത്തി. അതാണ് അദ്ദേഹം അബ്ദാലാണെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പള്ളി ഉണ്ടാക്കാൻ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ വാൽനോക്കത്ത് ഒരു കല്ല് കിടക്കുന്നുണ്ട്. അത് പ്രഭാതമായപ്പോൾ ജിന്നുകൾക്ക് കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം അതിഭാവുകമായിട്ടാണ് മനസ്സിലാവുന്നത്. കാരണം ജിന്നുകളുടെ ശക്തി നമുക്കറിയാം. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് പ്രഭാതം ആവുന്നതിന് മുമ്പ് തന്നെ അത് പൂർത്തിയായിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതെല്ലാം കഥകളായിരിക്കാനാണ് സാധ്യത. അല്ലാഹു ആലം. ചുരുക്കത്തിൽ ഈ പള്ളി സീതിക്കാരി മരക്കാരോ രാജാക്കന്മാരുടെ സഹായത്താലോ ചെയ്തായിരിക്കാം.